കൊച്ചി നഗരത്തെ പുകയിൽ മുക്കിയ ബ്രഹ്മപുരത്തെ തീപിടുത്തമുണ്ടായിട്ട് ഇന്ന് 2 വർഷം തികയുകയാണ്. സർക്കാരിന്റെയും കൊച്ചി കോർപ്പറേഷന്റെയും പരിശ്രമത്തിലൂടെ ബ്രഹ്മപുരം ഇന്ന് അടിമുടി മാറി. ബയോ മൈനിങ്ങിലൂടെ 75% മാലിന്യം നീക്കം ചെയ്ത് 20 ഏക്കർ ഭൂമി വീണ്ടെടുത്തു. മാർച്ച് 2 ബ്രഹ്മപുരത്ത് കുന്നുകൂടിയ പ്ലാസ്റ്റിക്കിന് തീപിടിച്ചത്. അണയ്ക്കുംതോറും തീ ആളിപ്പടർന്നു. അങ്ങനെ 13 ദിവസം കൊച്ചി പുകയിൽ മുങ്ങി. ഇന്ന് 2 വർഷം തികയുമ്പോൾ അതേ ബ്രഹ്മപുരം അതിശയിപ്പിക്കും വിധം മാറി. മാലിന്യമാണ് ബയോ മൈനിങ്ങിലൂടെ നീക്കം ചെയ്തത്. ആകെയുള്ള 39-ൽ 20 ഏക്കർ ഇങ്ങനെ വീണ്ടെടുത്തു. മെയ് മാസത്തോടെ ഇവിടം പൂർണ്ണമായും വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണ്. കടുത്ത വേനലിൽ തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൃത്യമായ സംവിധാനങ്ങൾ കൊച്ചി കോർപ്പറേഷൻ ഒരുക്കിയിട്ടുണ്ട്. 50,000 ലിറ്റർ വീതം ശേഷിയുള്ള 2 ടാങ്കുകൾ നിർമ്മിച്ചു. BPCLന്റെ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി അവസാന ഘട്ടത്തിലാണ്. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, വിജ്ഞാന കേന്ദ്രം, പാർക്ക് തുടങ്ങിയവ ഉൾപ്പെടുന്ന ബ്രഹ്മപുരം മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുകയാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം. അങ്ങനെ മാലിന്യ സംസ്കരണത്തിൽ മികച്ച മാതൃക തീർത്തുകൊണ്ടാണ് ബ്രഹ്മപുരത്തിന്റെ മുന്നേറ്റം. കൈരളി ന്യൂസ്, കൊച്ചി.